ഹലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, 1-2 ആഴ്ച കൂടുതലായിട്ട് ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള റെസിപ്പികളും എൻ്റെ വീട്ടിൽ ചിലവ് കുറച്ച് എങ്ങനെയാണ് ക്രിസ്മസ് ഡെക്കറേഷൻസ് പുറത്തുനിന്ന് മേടിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്, അതൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ശനിയാഴ്ച ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നത് നല്ലൊരു അപ്പത്തിൻ്റെ റെസിപ്പിയായിരുന്നേ. പാലപ്പമോ വെള്ളയപ്പമോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കാനായിട്ട്. ഒരിക്കലും നിങ്ങൾക്ക് ഇനി അപ്പം ശരിയായില്ല എന്നുള്ള പരാതി വരത്തില്ല. അതുപോലെ എനിക്ക് കോൺഫിഡൻസോടെ ഞാൻ ചെയ്യുന്ന ഒരു അപ്പത്തിൻ്റെ ബാറ്ററാണ്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് അതേപോലെ നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് നല്ല വെള്ള നിറത്തിൽ വലിയ ബദ്ധപ്പാടുകളോ കൺഫ്യൂഷനോ ഒന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ആദ്യം തന്നെ ചെയ്യേണ്ടത് 1.5 കപ്പ് അപ്പത്തിനുള്ള അരി എടുത്തിട്ട് വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകി വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകണേ. കഴുകിയിട്ട് പക്ഷേ വെള്ളത്തിൽ നിങ്ങൾ കുതിരാനിടരുത്. അപ്പം തന്നെ വെള്ളം വാലാനായിട്ട് ഒരു കിഴുത്തപാത്രത്തിലോ ഒരു അരിപ്പയിലോ വല്ലതും എടുത്തു വെക്കണം. പിന്നെ നമ്മൾ ആ സമയം കൊണ്ട് ചെയ്യാനുള്ളത് 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ട് നമുക്കൊന്ന് കപ്പി കാച്ചണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അരി അരച്ചതെടുക്കാതെ 3 ടേബിൾ സ്പൂൺ ലെവലായിട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തരിയുള്ള അരിപ്പൊടിയാണ് നല്ലത് കേട്ടോ. ഇത് കുറുകി വരുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ഈ ചാനലുമൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ. ഇപ്പം നമ്മുടെ കപ്പി കാച്ചിയതൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ആദ്യം ഞാൻ 1 കപ്പ് വെള്ളമൊഴിച്ചു, പിന്നെ അവസാനം 1/2 കപ്പും കൂടെ വെള്ളമൊഴിച്ചു കേട്ടോ. അങ്ങനെ 1.5 കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കപ്പി കാച്ചാനുള്ള പാത്രത്തിലേക്ക് വെള്ളവും അരിപ്പൊടിയും എടുത്തു കഴിഞ്ഞിട്ടേ സ്റ്റൗ ഓൺ ആക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ അത് കപ്പി കാച്ചിയെടുക്കണം. പിന്നെ ആ പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കഴുകിയ അരിയെല്ലാം കൂടി ഇട്ട് കൊടുത്തു. കപ്പി കാച്ചിയത് നന്നായിട്ട് അതിൻ്റെ ചൂടെല്ലാം പോയ ശേഷം അത് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. 3/4 കപ്പ് ചെറുകിയ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊരു 7 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഇത് അരച്ചെടുത്തിട്ട് ഏറ്റവും അവസാനമാണ് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ട് ഒന്ന് അരയ്ക്കാനുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ഏലക്കായുടെ കുരുവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടേക്കണേ. ഞാൻ പക്ഷേ ഈ പ്രാവശ്യം ഏലക്കാപ്പൊടിയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾ അപ്പം ഉണ്ടാക്കുന്നതിന് ഒരു 2-2.5 മണിക്കൂർ മുമ്പ് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ അരി കുതിർക്കാനിടാനും ഒക്കെ. ആദ്യം ആ കുതിർത്ത് വെച്ചതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച ശേഷം വേണം ഏറ്റവും അവസാനമാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കേണ്ടത്. ഈസ്റ്റ് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂണും വേറൊരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയും കൂടെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് എൻ്റെ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനേക്കാട്ടിലും നല്ലത് കിട്ടുമോ എന്ന് ഞാനൊന്ന് ട്രൈ ചെയ്തപ്പം എനിക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടിയൊരു റെസിപ്പിയാണിത് കേട്ടോ. എൻ്റെ റെസിപ്പിയേക്കാളും മറ്റു പല റെസിപ്പികളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതിനേക്കാൾ നല്ലത് കിട്ടുമെന്ന്. പക്ഷേ ഈ ഒരൊറ്റ റെസിപ്പി മാത്രമേ ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന വട്ടയപ്പത്തിനെക്കാട്ടി നല്ലതെന്ന് പറയാനായിട്ട് ഈ ഒരെണ്ണം മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തത് കേട്ടോ. ആദ്യത്തെ പാത്രം ചെറുതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ വലിയൊരു ഗ്ലാസ് ബൗളിലോട്ട് മാറ്റിയേ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, നന്നായിട്ട് അത് പതഞ്ഞു പൊങ്ങി ഫെർമെൻറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കാമേ. ഒന്നുകിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഡ്ഡലി പാത്രമോ എന്താണ് പാത്രം നമ്മൾ സ്റ്റീം ചെയ്യാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്, ആദ്യത്തെ ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിലും അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റും അല്ലെങ്കിൽ മാക്സിമം ഒരു 15 മിനിറ്റും കൂടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ വട്ടയപ്പം റെഡിയാവും. നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് പാത്രത്തിലോട്ട് മാവ് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് അങ്ങ് ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാവ് ഒഴിക്കരുതേ. നമ്മൾ പുറത്തൊക്കെ വട്ടയപ്പം ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ബേക്കറികളിലൊക്കെ, നമ്മൾ കുക്ക് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഹൈറ്റിൽ കൂടി പോകരുത്. ആ ഒരു രീതിയിലേ മാവ് ഒഴിക്കാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ കറക്റ്റ് ആവത്തില്ല കേട്ടോ. ഉള്ളൊക്കെ വേവാനായിട്ട് താമസിക്കും. അപ്പോൾ ഉള്ളു വേവാനായിട്ട് നമ്മൾ കുറേ നേരം കൂടുതൽ വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ്സും പോകും.
ഇതേ റെസിപ്പിയിൽ നിങ്ങൾക്ക് മധുരമില്ലാതെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മുടെ ഇറച്ചിക്കറിയുടെ കൂടെയോ മീൻകറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അധികം മധുരം വേണ്ടല്ലോ, 1 ടേബിൾ സ്പൂൺ മധുരമെല്ലാം ചേർത്തേച്ചാൽ മതി. അല്ലാതെ കഴിക്കാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മധുരം പെർഫെക്റ്റ് ആണ്. പിന്നെ വളരെ നല്ല മധുരം വേണ്ടവർക്ക് മാത്രം ഒരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കാമേ. ഇപ്പോൾ കണ്ടല്ലോ, നല്ല തൂവെള്ള നിറത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലുള്ള ആ ഹോൾസൊക്കെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണിതെന്ന്. ഇത് നിങ്ങളെ ഒന്ന് പീസസ് ആക്കി കൂടെ വളരെ ക്ലോസപ്പിലൊന്നും കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുമല്ലോ അതിൻ്റെ ടെക്സ്ചറിൻ്റെ രീതി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ എത്രത്തോളം സോഫ്റ്റായിട്ടും നല്ല നിറത്തിലും കിട്ടിയിട്ടുള്ളൊരു വട്ടയപ്പമായി ഇതെന്ന്. അപ്പോൾ നാളെ നമ്മുടെ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്